കാർഷിക കേരളത്തിന്റെ ഹരിതസ്പന്ദനങ്ങൾ പകർത്തി കിസാൻ കൃഷിദീപം 5ാം വർഷത്തിലേക്ക് മുന്നേറുന്നു. മലയാളത്തിലെ ജനപ്രിയ ചാനലായ ഏഷ്യാനെറ്റിൽ. കർഷകർക്ക് പല അറിവുകൾ കൊടുക്കാനായി റേഡിയോയിലൂടെയും പത്രങ്ങളിലൂടെയും മറ്റും സർക്കാർ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ രീതിയാണ് ടെലിവിഷൻ ചാനലിലൂടെ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കിസാൻ കൃഷിദീപം എന്ന പ്രോഗ്രാം. ഞാനും പലപ്പോഴും സമയം കിട്ടുമ്പോഴേക്ക് ഈ പ്രോഗ്രാം കാണാറുണ്ട്. എൻ്റെ ഉള്ളിലെ കർഷകനൊരു സന്തോഷം ഉണ്ടാക്കാൻ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30-നും ശനിയാഴ്ച രാവിലെ 8 മണിക്കും. പുനഃസംപ്രേഷണം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ തിങ്കളാഴ്ച വൈകിട്ട് 5:30-നും. കിസാൻ കൃഷിദീപം, കാർഷിക കേരളത്തിന്റെ മുഖപ്രസാദം. കേരളത്തിൽ പാറമടകൾ ധാരാളമുണ്ട്. കരിങ്കല്ല് വെട്ടിയെടുത്ത ശേഷം ഉപേക്ഷിക്കുന്ന ഈ പാറമടകളിൽ വെള്ളം കെട്ടിനിന്ന് മനുഷ്യജീവന് തന്നെ ഭീഷണി ഉയർത്താറുണ്ട്. എന്നാൽ ഈ പാറമടകൾ സുരക്ഷിതമായി കെട്ടിയടച്ചെടുത്താൽ നമുക്ക് അവിടെ നല്ല രീതിയിൽ മത്സ്യകൃഷി നടത്താം. പാറമടയിലെ മത്സ്യകൃഷിയെ പരിചയപ്പെടുത്തുകയാണ് ഇനി. ഇത് മനോഹരൻ. തിരുവനന്തപുരത്തെ മലയോര ഗ്രാമമായ തൊളിക്കോടാണ് സ്വദേശം. മലയോര ഗ്രാമങ്ങളുടെ പ്രിയപ്പെട്ട വിളയായ റബ്ബറിന്റെ ജൈത്രയാത്രയിൽ ഒപ്പം നടന്ന ചരിത്രമാണ് ഈ കർഷകന്റേത്. റബ്ബറിന്റെ പാൽ വിറ്റും ഒട്ടുതൈകൾ വിറ്റും നല്ലൊരു സമ്പാദ്യം നേടി. തുടർന്ന് കരിങ്കൽ ഖനനത്തിൽ ഭാഗ്യം പരീക്ഷിക്കാൻ മനോഹരൻ തീരുമാനിച്ചു. പക്ഷേ അപകടം പതിയിരിക്കുന്ന പാറമടകൾക്ക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കരിങ്കൽ ഖനനം മുടങ്ങി. 20 അടി താഴ്ചയിൽ വെള്ളം നിറഞ്ഞ പാറമടയിൽ മത്സ്യകൃഷി പരീക്ഷിച്ചാലെന്ത് എന്ന് ഇദ്ദേഹം ചിന്തിച്ചു. പാറക്കുളത്തിലെ വെള്ളം പരിശോധിച്ച ഫിഷറീസ് വകുപ്പും പച്ചക്കൊടി കാണിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ ക്ലാസും സഹായങ്ങളും കൂട്ടിനെത്തിയപ്പോൾ പാറമടയ്ക്ക് ചുറ്റും വേലി കെട്ടി ശാസ്ത്രീയ മത്സ്യകൃഷിക്കുള്ള ഒരുക്കം തുടങ്ങി. തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന മത്സ്യ കർഷക ഏജൻസി വഴി രജിസ്റ്റർ ചെയ്ത എല്ലാ കർഷകരും തന്നെ വിത്തുകൾ കുളത്തിൽ നിക്ഷേപിക്കുകയും 7-8 മാസത്തിനുള്ളിൽ ഹാർവസ്റ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മത്സ്യ കർഷകർക്ക് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഫിഷറീസ് വകുപ്പിൽ നിന്നും സബ്സിഡിയായി മത്സ്യക്കുഞ്ഞുങ്ങളെയും തീറ്റയും നൽകുന്നു. കൂടാതെ കുളം നവീകരിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും സബ്സിഡി നമ്മൾ നൽകുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ കുമ്മായം വിതറി വെള്ളത്തിന്റെ അമ്ലത കുറച്ചു. പച്ച ചാണകവും യൂറിയയും ചേർത്ത് 10 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് നല്ല പച്ച നിറം ലഭിച്ചു. പ്ലവകങ്ങൾ ഉറപ്പായതോടെ കട്ല, രോഹു തുടങ്ങിയ ശുദ്ധജല മത്സ്യങ്ങളെയും ആറ്റുകൊഞ്ചിന്റെ കുഞ്ഞുങ്ങളെയും ജലാശയത്തിൽ നിക്ഷേപിച്ചു. ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞക്കരു നൽകി. പിന്നീട് ചോറ്, കടലപ്പിണ്ണാക്ക്, പച്ചക്കറി വേസ്റ്റ് എന്നിവ നൽകി. മരച്ചീനിയില കൊത്തിയരിഞ്ഞു നൽകിയപ്പോഴും മത്സ്യങ്ങൾ തൃപ്തിയോടെ സ്വീകരിച്ചു. ഇപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാൽ കുളം കംപ്ലീറ്റ് വറ്റിച്ചു. കോറി ഒരു 4 ദിവസത്തോളം വറ്റിച്ചതിന് ശേഷം അടിത്തറ നോക്കി വെള്ളത്തിൻ്റെ pH ഫിഷറീസിൻ്റെ ആൾക്കാർ വന്ന് എടുത്തു പോയി. ഒരു 10 ദിവസം സമയത്തിന് വേണ്ടി പച്ചച്ചാണവും കക്കയും കോറിയിൽ മൊത്തം വിതറി. ആ വെള്ളത്തിൻ്റെ ഒരു പച്ച കളർ വന്നതിന് ശേഷം കുഞ്ഞുങ്ങളെ കൊണ്ടുവിട്ടു. വിട്ടതിന് ശേഷം ഒരു 20 ദിവസം വരെ മുട്ടയുടെ മഞ്ഞക്കരു, വെള്ളക്കരു നമ്മൾ കഴിക്കും, മഞ്ഞക്കരു ഇവർക്ക് ഇട്ട് കൊടുക്കും. 20 ദിവസം കഴിഞ്ഞതിന് ശേഷം കടലപ്പിണ്ണാക്കും പയറും, അതായിരുന്നു ആഹാരം. പിന്നെ കുറേശ്ശെ പച്ചിലകൾ ഇട്ട് കൊടുക്കും. ഏകദേശം വളരും എന്നൊരു കണ്ടീഷൻ വന്നതിന് ശേഷം വീണ്ടും ഇത് തന്നെയാണ്. ആഴ്ചയ്ക്ക് ഒരു ദിവസം ചാണകം, ഒരു 4 കൂട്ട ചാണകം ഇട്ട് കൊടുക്കും.
7 മാസം കൊണ്ട് മീൻ വിളവെടുപ്പിന് പാകമായി. പാറമടയിലെ മത്സ്യക്കൊയ്ത്ത് ഏറെ ക്ലേശം പിടിച്ചതാണ്. 2 ദിവസം തുടർച്ചയായി മോട്ടോർ പ്രവർത്തിപ്പിച്ച ശേഷമാണ് വെള്ളം വറ്റിയത്. പാറക്കെട്ടുകൾ നിറഞ്ഞതിനാൽ നടന്ന് മീൻ പിടിക്കാനും ബുദ്ധിമുട്ടുണ്ട്. മേൽത്തട്ടിൽ കഴിയുന്ന രോഹുവും കട്ലയും ആദ്യം തന്നെ കരയ്ക്ക് കയറി. കൊഞ്ച് പാറക്കെട്ടുകൾക്കിടയിൽ ഒളിച്ചപ്പോൾ അവയെ പിടിക്കാൻ വെള്ളം വറ്റുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. ബുദ്ധിമുട്ടുകൾ ഏറെ സഹിച്ചെങ്കിലും കന്നിക്കൃഷിയിൽ 15,000 രൂപയുടെ മത്സ്യം വിറ്റഴിക്കാൻ കഴിഞ്ഞത് പാറമടയിലെ മത്സ്യകൃഷി തുടരാൻ ഇദ്ദേഹത്തിന് പ്രോത്സാഹനമേകുന്നു. തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫിഷറീസിൻ്റെയും നിയന്ത്രണത്തിൽ നമ്മുടെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നന്നായി നടത്തുന്ന മത്സ്യ സമൃദ്ധി പദ്ധതിയാണ്. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നടന്നിട്ടുള്ളത്. 2007 മുതൽ ഗവൺമെൻറ്റിൻ്റെ ഫിഷറീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ 20ഓളം സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള മത്സ്യ കേരളം പദ്ധതിയും മത്സ്യ സമൃദ്ധി പദ്ധതിയും നന്നായി നടപ്പിലാക്കുകയാണ്. 2007 മുമ്പ് ശ്രീമാൻ മനോഹരൻ നായർ സ്വന്തമായി തന്നെ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുകയും അത് വിജയിപ്പിക്കാനുള്ള ശ്രമകരമായ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പഞ്ചായത്ത് ചെറിയൊരു സഹായം അന്നും മനോഹരൻ നായർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ വളരെ വിജയമായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തും കൂടെ ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി വളരെ നന്നായി തന്നെ ഈ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിൽ കർഷകരുടെ അഭിമാനപരമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടക്കുന്നത്. കുറിയ തെങ്ങിൻ്റെ ഒരു പ്രചാരകം കൂടിയാണ്. ഇന്ന് കേരളത്തിൽ തന്നെ വളരെ ഭംഗിയായി ഇത്തരം പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്ന ശ്രീ മനോഹരൻ നായർ നമ്മുടെ നാടിനൊരു മുതൽക്കൂട്ട് തന്നെയാണ്. നമ്മുടെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഫലപ്രദമായി എല്ലാ രീതിയിലുമുള്ള കൃഷി രീതി വളരെ ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഫാം സ്കൂൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പഞ്ചായത്തിൻ്റെയും ഫിഷറീസിൻ്റെയൊക്കെ വളരെ വലിയൊരു താല്പര്യം അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. മനോഹരൻ വളരെ ഭംഗിയായി തന്നെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന മത്സ്യ കർഷകർ പോലും വളരെ നന്നായി തന്നെ ആ പ്രവർത്തനം നടക്കുന്നു. പിന്നെ ഗവൺമെൻറ്റിൻ്റെയും ഫിഷറീസിൻ്റെയും കുറേ കൂടെ സഹായം ഉണ്ടെങ്കിൽ വീടുകളിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ഇപ്പോൾ ടാർപോളിൻ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യസമൃദ്ധി നടത്തുന്നതിനുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രവൃത്തി കൂടി വളരെ ഭംഗിയായി വന്നാൽ നമ്മുടെ നാട്ടിൽ ഈ പ്രവൃത്തി ഒരു വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കിയെടുക്കുവാനും ഒരുപാട് തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇത് പോവും. അതിന് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മനോഹരൻ നായർക്ക് തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരുള്ള എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ ഞാൻ നേരുകയാണ്. (2007) മുതൽ പാറമടയിൽ മത്സ്യകൃഷി ആരംഭിച്ചുകൊണ്ട് മത്സ്യ കൃഷി രംഗത്ത് വളരെയധികം
വിജയം വരിച്ച ഒരു കർഷകനാണ് ശ്രീ മനോഹരൻ നായർ. ഫിഷറീസ് വകുപ്പിൻ്റെ ശ്രദ്ധയിൽ 2007 മുതലാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. അന്നു മുതൽ വകുപ്പിൻ്റെ കീഴിലുള്ള കേരള മത്സ്യസമൃദ്ധി പദ്ധതികളിലൂടെ അദ്ദേഹത്തിന് നല്ല പ്രോത്സാഹനം ഫിഷറീസ് വകുപ്പിൽ നിന്ന് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വന്തം ജീവിതം കൊണ്ട് തന്നെ അദ്ദേഹം മത്സ്യകൃഷി പ്രചരിപ്പിക്കുന്നതിലും അതുപോലെ മറ്റ് കർഷകരെ ഈ രംഗത്തെ ശ്രദ്ധ ആകർഷിച്ചു കൊണ്ടുവരുന്നതിലും വളരെ സ്തുത്യർഹമായ സേവനമാണ് ശ്രീ മനോഹരൻ നായർ അനുവർത്തിച്ചു വരുന്നത്. കൂടാതെ അദ്ദേഹം തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ മത്സ്യസമൃദ്ധി പദ്ധതിയുടെ കോർഡിനേറ്ററാണ്. ആ അക്വാകൾച്ചർ കോർഡിനേറ്റർ എന്ന നിലയിലും മറ്റ് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരെ ഈ മേഖലയിലേക്ക് മത്സ്യകൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വളരെയധികം ശ്രദ്ധിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കർഷകനാണ് ശ്രീ മനോഹരൻ നായർ. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സംയോജിത മത്സ്യകൃഷിക്ക് വേണ്ടത്ര പ്രോത്സാഹനം അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു കർഷകനാണ്. മറ്റ് അഗ്രികൾച്ചർ മേഖലയെയും ഫിഷറീസ് മേഖലയെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതിലൂടെ അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശം വിഷരഹിതമായ ഭക്ഷ്യവസ്തു ഈ ലോകത്തിന് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെയധികം ഭംഗിയായി അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. കൂടാതെ 2014-15 ആത്മയുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി നടപ്പിലാക്കുന്ന ഫാം സ്കൂൾ, ഫിഷറീസിൻ്റെ ഫാം സ്കൂൾ അദ്ദേഹത്തിൻ്റെ ഈ കൃഷിയിടത്തിൽ നടത്തുകയും 28 കർഷകരെ മത്സ്യകൃഷിയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ശാസ്ത്രീയമായും അതുപോലുള്ള ബാക്കി സഹായങ്ങളെല്ലാം ചെയ്യുന്നതിന് അദ്ദേഹം വളരെയധികം ശ്രമിക്കുന്നുണ്ട്. കൂടാതെ കാർഷിക രംഗത്ത് തെങ്ങ്, കപ്പ തുടങ്ങിയ മേഖലയിലും എല്ലാം അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രീ മനോഹരൻ നായർക്ക് തുടർന്നും ഈ മേഖലയിൽ കൂടുതൽ നന്നായി മികച്ച വിജയങ്ങൾ കൈവരിക്കുവാനും അതുപോലെ അനേകം ആൾക്കാരെ ഈ കൃഷിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഒരു മത്സ്യകൃഷിക്കാരൻ്റെ പേര് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ മനോഹരനാണ്. ശ്രീ മനോഹരൻ ഒരു അധ്യാപകനാണ്. കാരണം മത്സ്യകൃഷിയുടെ ആണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ തൊഴിലായി തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. പാറമടയിൽ മത്സ്യകൃഷി എന്ന രീതിയിൽ തന്നെ അദ്ദേഹം നല്ല രീതിയിൽ മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതനുസരിച്ച് 25ഓളം സ്ഥാപനങ്ങൾ തന്നെ അദ്ദേഹം കുളങ്ങളിൽ മത്സ്യകൃഷി നടത്തുന്നുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രോത്സാഹനം മൂലം ഒരുപാട് കുട്ടി കർഷകർ തന്നെ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇതൊരു വരുമാന മാർഗമായി സ്വീകരിക്കുന്നുണ്ട്. ഇതുകൂടാതെ അദ്ദേഹത്തിന് 2014 ആത്മയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തിന് പഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിന് ആകെ അഭിമാനിക്കാവുന്ന ഒരു മത്സ്യകൃഷിയും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ വിവിധ ഇനം വിത്തുകൾ, കാർഷിക മേഖലയിൽ വിവിധ ഇനം വിത്തുകളുടെ ഉൽപ്പാദനം നടത്തി കുട്ടിത്തെങ്ങ് അങ്ങനെ കേരളത്തിനാകെ മാതൃകയാകുന്ന രീതിയിലാണ് ഇന്ന് തച്ചങ്കോട് മനോഹരൻ നായർ ഇവിടെ പ്രവർത്തിക്കുന്നത്. തൊളിക്കോട് ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയിലും മത്സ്യകൃഷി മേഖലയിലും വളരെ പ്രശംസ നേടിയ ഒരുപാട് അവാർഡുകൾ ഈ മേഖലകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ശ്രീ മനോഹരൻ നായർക്ക് ഞങ്ങൾ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ 2, 3, 4 വർഷം കൊണ്ട് ഈ മത്സ്യകൃഷിക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ മനോഹരൻ നായരാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ കൺവീനറായി വരികയും ഈ പ്രദേശത്ത് 25ഓളം കുടുംബങ്ങൾക്ക് മത്സ്യകൃഷി നടത്താനുള്ള പ്രചോദനം നൽകുകയും കുഞ്ഞുങ്ങളെ ആലപ്പുഴ നിന്ന് വരുത്തി കുഞ്ഞുങ്ങളെ കൊടുത്ത് അതിൻ്റെ മത്സ്യകൃഷി വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കാർഷിക മേഖലയിൽ കൃഷിഭവൻ്റെ രീതിയിൽ മുഴുവൻ പ്രശംസയും ഈ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിന് കിട്ടത്തക്ക രീതിയിലുള്ള കാർഷിക മേഖലയിലുള്ള പ്രവൃത്തികളാണ് മനോഹരൻ നായർ ചെയ്യുന്നത്. മനോഹരൻ നായർക്ക് തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനമായി നിൽക്കത്തക്ക രീതിയിൽ ഇനിയും കൂടുതൽ പ്രോജക്റ്റുകൾ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതോടൊപ്പം തന്നെ മത്സ്യമേഖലയിലും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും അദ്ദേഹത്തിന് കൂടുതൽ സഹായങ്ങൾ എത്തിച്ചാൽ ഈ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തല്ല, ഈ ബ്ലോക്കിലാകെ, ഈ ജില്ലയിലാകെ മാതൃകാപരമായി കൃഷി ചെയ്യുന്നതിന് മനോഹരനാർക്ക് കഴിയും. അതിനുള്ള സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന.
എൻ്റെ പേര് മനോഹരൻ നായർ എന്നാണ്. ഞാൻ ഈ തൊളിക്കോട് പഞ്ചായത്തിലെ മത്സ്യകർഷക കോർഡിനേറ്ററാണ്. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ആദ്യം മത്സ്യ കേരളമായി ഇപ്പം മത്സ്യസമൃദ്ധി 6-7 വർഷം കൊണ്ട് ഞാൻ ഈ മത്സ്യകൃഷി ചെയ്യുകയാണ്. ചെയ്യുന്നതിലുപരി എന്ന് പറഞ്ഞാൽ ഏകദേശം ഞങ്ങളുടെ പഞ്ചായത്തിലും അടുത്ത പഞ്ചായത്തിലുമായി ഒരു 40ഓളം കർഷകരെ കൊണ്ട് ഈ മത്സ്യകൃഷി ചെയ്യിക്കുന്ന ഒരു പരിപാടിയും ചെയ്യുന്നു. പിന്നെ എൻ്റെ ഈ സ്ഥലങ്ങളും ബാക്കി മത്സ്യക്കുളവും ഫിഷറീസിൻ്റെ ഇതിൽ ആത്മാ പദ്ധതി പ്രകാരം ഏകദേശം 6ഓളം ക്ലാസ് കഴിഞ്ഞു. 40ഓളം കർഷകർക്ക് എൻ്റെ കൊടുത്തു. ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥരും കൃഷിഭവൻ്റെ ആൾക്കാരും പഞ്ചായത്തും എല്ലാം സഹകരിച്ച് ചെയ്തൊരു പരിപാടിയാണ്. ഇപ്പോൾ ഈ 2015 ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞതിൻ്റെ അങ്ങേയാഴ്ച ആത്മയുടെ ഫാം സ്കൂളിന് വേണ്ടി ഏകദേശം ഞങ്ങളൊരു 1000ഓളം മീൻ പിടിച്ചു. കുട്ടികളുടെ ക്ലാസ്സിനും കർഷകർക്ക് വേണ്ടിയായിരുന്നു. ഇപ്പം പിന്നെ ഇത് വർഷാവർഷം ഇതിൻ്റെ വിളവെടുപ്പായതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ വിളവെടുത്തതാണ്. ഈ വർഷം തരക്കേടില്ലാത്ത വിളവ് തന്നെ എനിക്ക് ലഭിച്ചതാണ് തോന്നുന്നത്. എന്തെല്ലാം ബാക്കി ഫിഷറീസിൻ്റെ ആൾക്കാരും പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഫിഷറീസിലെ ഷീജ മേരി മാഡം, ബാക്കി കർഷക സുഹൃത്തുക്കൾ, ബാക്കി എൻ്റെ പരിചയക്കാർ മൊത്തവും വന്നു. ഈ പരിപാടി വളരെ വലിയൊരു വിജയമായി എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ ഈ മത്സ്യത്തിൻ്റെ ലഭ്യത കുറവനുസരിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ കിലോയ്ക്ക് ഇപ്പോൾ 250 രൂപ വെച്ച് ആസാമള എന്ന് പറയുന്ന മീനാണ് ഇപ്പോൾ നമ്മൾ വിളവെടുത്തത്. കുറച്ച് കട്ട്ലയും ബാക്കി എല്ലാം ഉണ്ട്. എന്നിരുന്നാൽ പോലും എൻ്റെ നോട്ടത്തിൽ നമ്മളത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 25,000 രൂപയുടെ ഒരു ഇതെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ കൃഷിയിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പിന്നെ ഞാനൊരു മാതൃകാ കർഷകനാണ്.